നമുക്കിന്നൊരു കോളിഫ്ലവർ മസാല തോരൻ ഉണ്ടാക്കിയാലോ? ബാ വേഗം വീഡിയോയിലേക്ക് പോകാം. ഇതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് 1 കിലോ കോളിഫ്ലവറാണ്. കൂട്ടുകാർക്കറിയാലോ, ഈ കോളിഫ്ലവറിനകത്ത് മിക്കവാറും തന്നെ പുഴുവുണ്ടാകും. അത് നമ്മൾ വളരെ ശ്രദ്ധയോടെ എടുത്ത് വെക്കേണ്ട ഒന്നാണ്. ക്ലീൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ച കോളിഫ്ലവറാണ് ഈ ഇരിക്കുന്നത്. കോളിഫ്ലവർ തോരൻ തയ്യാറാക്കുവാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതൊന്ന് ചൂടായി വരട്ടെ. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കടുകിടാം. ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു സവാള, ഒരു 3 പച്ചമുളക്, നന്നായി വഴണ്ട് വരട്ടെ. സവാള വേഗം വഴണ്ട് വരാനായിട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന, ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. കോളിഫ്ലവർ വെന്തോന്ന് നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കോളിഫ്ലവർ. നമുക്ക് അല്പം മഞ്ഞൾ പൊടി ചേർക്കാം. കോളിഫ്ലവർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അല്പം മഞ്ഞൾ പൊടി ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മഞ്ഞൾ പൊടി ചേർത്തപ്പോൾ, കോളിഫ്ലവറിലെ മഞ്ഞൾ പൊടി ചേർത്തപ്പോൾ നല്ല ഭംഗിയായിട്ടില്ലേ? ഇനി അല്പം പൊടിച്ചു വെച്ച ഗരം മസാല ചേർക്കാം. കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തനിയെ ഫോണിങ്ങനെ ക്യാമറ പിടിക്കുന്നതുകൊണ്ടേ കുറച്ച് വെറായിട്ടൊക്കെ വരുമായിരിക്കും. എങ്കിലും കൂട്ടുകാർ ക്ഷമിക്കണേ. ഇനി നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം.
അന്നേരം എല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല രുചിയാണ് ഈ കറിക്ക്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല വിഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ? എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.